നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളൊന്നും നമ്മുടെ കാരണം കൊണ്ടോ നമ്മളായിട്ടോ ഉണ്ടായിട്ടുള്ളതല്ല. നമ്മുടെ 7 ജന്മങ്ങളായി കിടക്കുന്ന കടബാധ്യതകളാണ്. നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും അതിൻ്റെ മുൻജന്മത്തിലും ചെയ്തിരിക്കുന്ന പാപഫലങ്ങളുടെ കർമ്മം അനുഭവിക്കാനാണ് നമ്മൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ വീണ്ടും പാപത്തിലൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ജന്മങ്ങൾ എടുത്ത് വീണ്ടും ഇത് അനുഭവിച്ചുകൊണ്ടേ തന്നെയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ക്ഷേത്രങ്ങളിൽ ചെല്ലുക, ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, ആ നമ്മുടെ ഉള്ളിൽ കുടിയിരിക്കുന്ന നമ്മുടെ ജീവാത്മാവിനെ അവിടുത്തെ ബിംബത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി ഉണരുകയുള്ളൂ. ചിലവരെല്ലാം പോകുന്ന പോലെ ഓടിച്ചെന്ന് ഒന്ന് കണ്ട് ഒന്ന് വട്ടം കറങ്ങി പ്രസാദം വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാതെ ചെന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്ന ദേവിയെങ്കിൽ ദേവി, ദേവനെങ്കിൽ ദേവൻ, ആ ദേവിയെ ദേവിയുടെ ഭാവത്തിലും ദേവനെ ദേവൻ്റെ ഭാവത്തിലും ആ പൂർണ്ണ അലങ്കാരത്തോടു കൂടി തന്നെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ചതിന് ശേഷം 1 മിനിറ്റെങ്കിലും ആ ക്ഷേത്രത്തിൽ ഒന്നിരിക്കാൻ ശ്രമിക്കുക. 2 മിനിറ്റ് കണ്ണടച്ച് ധ്യാനിച്ചതിന് ശേഷം മാത്രം ക്ഷേത്രത്തിൽ നിന്ന് പോവുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇരിക്കുന്ന പ്രതിബിംബത്തിൽ രാവിലെ അവിടുത്തെ തിരുമേനി അഭിഷേകങ്ങൾ കഴിഞ്ഞ് മലർനൈദ്യം കഴിഞ്ഞ് ഉഷപൂജ, ഉച്ചപൂജ മുതലായ പൂജകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ എനർജിയെ നമ്മൾ അബ്സോർവ് ചെയ്തെടുക്കുക. ഒരു പഞ്ഞി വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് ജലത്തെ വലിച്ചെടുക്കുന്നതെന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരം ആ പോസിറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞു കഴിയുമ്പോൾ നമ്മളും പോസിറ്റീവ് എനർജി ആവും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മുൻജന്മത്തിലെ കടബാധിതകളാകുന്ന ദോഷങ്ങൾ സാധൂകരിക്കപ്പെടും. നമുക്ക് വലിയ ദോഷങ്ങൾ വരാതിരിക്കുന്നതിനെല്ലാം സാധൂകരിച്ച് കളഞ്ഞുകൊണ്ട് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കും. ആ ചേർത്ത് പിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അചഞ്ചലമായ വിശ്വാസം വേണം. പരീക്ഷണങ്ങൾ എന്ത് വന്നാലും ദേവിയാണേലും ദേവനാണേലും മഹാദേവനാണേലും വിഷ്ണുവാണേലും കൃഷ്ണനാണേലും മുരുകനാണേലും രാമനാണേലും നമ്മൾ വിശ്വസിക്കുന്നത് ഏത് ദൈവമാണോ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായും നമ്മളെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് പറയുന്നത്. നമ്മൾ അവരോടൊന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. നമ്മളെ പൂർണ്ണമായും അവരിലേക്ക് വിട്ടുകൊടുക്കുക, നമ്മളെ അവരിൽ പൂർണ്ണമായും അർപ്പിക്കുക. അപ്പോൾ നമ്മൾക്ക് പിന്നീടുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. കാരണം നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് ആ ഭഗവാനാണ്, അല്ലെങ്കിൽ ആ ദേവിയാണ്. ആ ദേവിയുടെ സംരക്ഷണയിൽ, ആ ഭഗവാന്റെ സംരക്ഷണയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരാപത്ത് വരുമ്പോൾ മറ്റൊരാളുടെ രൂപത്തിലോ മറ്റൊരു വസ്തുവിൻ്റെ രൂപത്തിലോ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഒരു കൈത്താങ്ങായി, ഒരു കൈപ്പിടിയായി നമ്മളെ പിടിച്ചുയർത്താൻ ആ ഭഗവത് ചൈതന്യം എന്നും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്